കുന്നംകുളത്തിൻ്റെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ അടങ്ങില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വരെ കുന്നംകുളത്തിന് പേരുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്നെ കുന്നംകുളത്തിൻ്റെ അഹങ്കാരമായിരുന്നു ബാസ്കറ്റ് ബോൾ. ലോക പ്രശസ്തരായ ഒട്ടേറെ ചരിത്ര പുരുഷന്മാർക്ക് ബാസ്കറ്റ് ബോളിലൂടെ ജന്മം നൽകിയ സ്ഥലം. പക്ഷേ കുറെ തലനിറച്ച നേതൃത്വങ്ങൾ പുതിയ തലമുറയെ വാർത്തെടുത്തില്ല. ഒരു ക്ലബ്ബ് പോലും രൂപം കൊണ്ടില്ല. എല്ലാം ഞങ്ങളിലൂടെ അവസാനിക്കട്ടെ എന്നതാണോ എന്ന ചോദ്യം നിപ് ഇതിന് പുറകെ പോയപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതായിരിക്കാം ലെജൻഡ്സ് എന്ന പുതിയ ക്ലബിൻ്റെ രൂപീകരണത്തിന് ബാസ്കറ്റ് ബോളിൻ്റെ ഈറ്റില്ലം എന്ന പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്നത്. ഇതേക്കുറിച്ച് ഈ ക്ലബിനെ നെടുനായകത്വം വഹിക്കുന്ന ഒരാളായ കാക്കിക്കുള്ളിലെ കലാശ്രീ എ ജെ വർഗീസ് നിങ്ങളോട് മനസ്സ് തുറക്കുന്നു. എന്താണ് പുതിയ സംഘടന ബാസ്കറ്റ്ബോൾ രംഗത്തെ രൂപപ്പെടാൻ കാരണം? ബാസ്കറ്റ്ബോൾ സംഘടന കുന്നംകുളത്ത് പുതിയതായി രൂപപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ബാസ്കറ്റ്ബോളിൻ്റെ ഈറ്റില്ലം എന്ന് നമ്മൾ അഹങ്കാരത്തോടുകൂടി ആവേശത്തോടുകൂടി പറഞ്ഞിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് കുന്നംകുളത്ത് പ്രഗത്ഭരായ ഒരുപാട് അന്തർദേശീയ ദേശീയ സംസ്ഥാന കായിക താരങ്ങളുണ്ടായിരുന്നു. അവർ പിന്നീട് കുന്നംകുളത്തിൻ്റെ പേരും യശസ്സും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായി ഒരുപാട് അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് കളിച്ചിരുന്നവരിൽ പല പ്രമുഖരായ കളിക്കാരും ഇന്ന് കുന്നംകുളത്ത് ജീവിച്ചിട്ടുണ്ട്. ഇന്ന് കുന്നംകുളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കുന്നംകുളത്ത് മുൻകാലങ്ങളിൽ ഒരുപാട് ഓൾ ഇന്ത്യ ഓൾ കേരള ഫെഡറേഷൻ കപ്പ് ടൂർണമെന്റുകൾ നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കുന്നോളം YMCയിലും കുന്നോളം ജവഹർ സ്ക്വയറിലും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തും തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലും കണ്ടശാങ്കടവും പാവട്ടിയിലും ഒരുപാട് ഓൾ ഇന്ത്യ ഓൾ കേരള ഫെഡറേഷൻ കപ്പുകൾ നടന്നിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് ആ കളികൾ കണ്ടാണ് നിങ്ങൾ പലരും കളിച്ചതും വളർന്നതും. ഇന്ന് അത്തരം ഒരു അനുഭവം ഇപ്പോൾ വളർന്നു വരുന്ന യുവതലമുറയ്ക്കില്ല. അന്ന് ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും മദ്ര ഗോൾസും സദേൺ റെയിൽവേയും കേരള പോലീസും അടങ്ങുന്ന പല പ്രമുഖ ടീമുകളിലും വളരെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരുപാട് കളിക്കാരുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് അത്തരം ഒരു കളിക്കാരുടെ കളി കണ്ടു വളരാനുള്ള സാഹചര്യം കുന്നംകുളത്തില്ല. എൻ്റെ ചെറുപ്പകാലത്ത് കുന്നംകുളത്ത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ഒരു ബാസ്കറ്റ്ബോൾ സ്പോർട്സ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അന്ന് ആ സ്പോർട്സ് ഹോസ്റ്റലിൽ കളിച്ചിരുന്ന ദേവസി എന്നും ശശി എന്നും പേരുള്ള യുവ പ്രഗത്ഭരായ താരങ്ങളുണ്ടായിരുന്നു. അവർ പിന്നീട് കേരളോർമ്മ കോളേജിലും അതിനുശേഷം കുന്നംകുളത്തെ പല ക്ലബ്ബുകൾക്കുമായി ഗസ്റ്റ് കളിക്കാനുള്ള അവസരം ഉണ്ടായി. അത്തരം ഒരു സ്പോർട്സ് ഹോസ്റ്റലോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് യുവതലമുറയ്ക്ക് കടന്നു വരാൻ പറ്റാവുന്ന ഒരു മേഖലയും ഇന്ന് കുന്നംകുളത്തില്ല. ഇന്ന് കുന്നംകുളത്തെ ബാസ്കറ്റ്ബോൾ മേഖലയിൽ അന്യം നിന്ന് പോകുന്ന അതിൽ അവശേഷിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അവർ കേരള സംസ്ഥാനത്തെയും യൂണിവേഴ്സിറ്റിയെയും ജില്ലാ ടീമുകളെയും പ്രതികരിച്ച് കളിക്കാരാണ്. അവർ ഇന്ന് കുന്നംകുളം മുനിസിപ്പാലിറ്റിയെ കേരള സംസ്ഥാനത്തെ കേരളോത്സവത്തിൽ 2ാം സ്ഥാനക്കാരാക്കിയവരാണ്. അവർ ഇന്ന് കുന്നംകുളത്തെ ഒരു ക്ലബിലെയും അംഗത്വമുള്ളവരല്ല. അവർക്ക് കുന്നംകുളത്തെ ഒരു ക്ലബും മെമ്പർഷിപ്പ് നൽകുകയും മറ്റുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ പുതിയ ക്ലബ്ബ് എന്നുള്ള ആശയത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന് പുതിയ ഭാരവാഹികൾ ഉണ്ടാവുന്നത്. ആ ഭാരവാഹികൾക്ക് മുമ്പാകെ കുന്നംകുളത്തെ ചെറുപ്പക്കാർ ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ അപേക്ഷയിൽ പറഞ്ഞത് കുന്നംകുളത്തെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്കും ഈ ബാസ്കറ്റ്ബോൾ മേഖലയെ വീണ്ടും നല്ല രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തന മേഖല മാറ്റുന്നതിൻ്റെ അവസ്ഥയിലേക്കായി കുന്നംകുളത്തുകാർക്ക് ഒരു ക്ലബ്ബ് അനുവദിച്ചു തരുമെന്ന് അറിയിക്കുകയുണ്ടായി. അവർ കുന്നംകുളത്തെ ഈ അപേക്ഷ പരിഗണിക്കുകയും ആദ്യം ചേർന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ അവർ കുന്നംകുളത്തിൽ ഒരു ബാസ്കറ്റ്ബോൾ ക്ലബിന് അഫിലിയേഷൻ നൽകുകയുണ്ടായി. ആ അഫിലിയേഷൻ പ്രകാരം കുന്നംകുളത്തിന് ലെജൻഡ്സ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ആ ക്ലബിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ജൂലൈ 2-ാം തീയതി 3 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി
AC മൊയ്തീൻ അവർ നിർവഹിക്കാൻ പോകുന്നത്. ഈ സംഘടനയിൽ ആരൊക്കെയാണ്? ഈ സംഘടനയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും വിവിധ സംസ്ഥാന തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും അതേപോലെ തന്നെ ജില്ലാ തലത്തിലും കളിച്ചുകൊണ്ടിരുന്നവരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും സെൻട്രലൈസേഷൻ കസ്റ്റംസിലും അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലകളിലും വാണിജ്യ രംഗത്തും പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് സംസ്ഥാന താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും ജില്ലാ താരങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ ഒരു ക്ലബിലും മെമ്പർഷിപ്പ് ഇല്ലാതെ അവർക്ക് കളിക്കാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയും വന്ന കാരണം കൊണ്ടാണ് പുതിയൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും ആ ക്ലബിനെ ലെജൻസ് എന്ന പേരിട്ട് നാമകരണം ചെയ്യുന്നുണ്ടായിരുന്നു. ലെജൻസ് എന്ന പേരിടാൻ തന്നെ ഒരു കാരണമുണ്ടായി. ലെജൻസ് എന്ന പേരിന്റെ വാക്കിന്റെ അർത്ഥം പ്രശസ്തരായവരെന്നാണ്. ഇന്ന് കുന്നംകുളത്ത് മുന്നേ കളിച്ചിരുന്നവരും ഇപ്പോൾ കളിച്ചവരുമായ ഒരുപാട് പ്രശസ്തരായ കളിക്കാരുണ്ട്. അപ്പോൾ ആ കളിക്കാരുടെ പേരിനോട് അനുയോജ്യമായ ഒരു പേര് തന്നെ വേണമെന്ന് ക്ലബിന്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുകയും അതുപ്രകാരമാണ് ലെജൻസ് എന്ന പേര് രൂപീകരിക്കാനുള്ള കാരണമുണ്ടായത്. പിന്നെ ഞാനൊക്കെ ഈ കളിച്ചു വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കുന്നംകുളം YMCAയിലും MGD സ്കൂളിലും തുടർന്ന് കേരള കോളേജിലൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസ മേഖല. അന്ന് YMCAയിൽ കളിച്ചിരുന്ന സമയത്തും ഞങ്ങളുടേതായ സീനിയർ പ്ലെയേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ 30-40 പേരും സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. നമ്മൾക്ക് അവരുടെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് കളിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനോ പോകുന്ന ആ സമയത്തിൻ്റെ ഗ്യാപ്പിനനുസരിച്ചായിരുന്നു നമ്മളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായ ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. അവർക്ക് ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് കളി കണ്ടും അറിഞ്ഞും വളരുന്നതിനും ഒരു പ്രചോദനം ആകട്ടെ എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു ക്ലബ്ബ് രൂപീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അന്ന് എന്നെ കളി പഠിപ്പിച്ചിരുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥക്കന്മാരായ രഞ്ജി മാസ്റ്റർ, മൈക്കിൾ സാറ്, രാജ് സാറ്, ഒരു ഇന്ത്യൻ കോച്ചായിരുന്ന ഒരു അലക്സാണ്ടർ സാറ്, എൻ്റെ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ കോച്ചായിരുന്ന മരിച്ചുപോയ വേണു സാറ്, അങ്ങനെ ബിപിൻ സാറ്, അങ്ങനെ ഒരുപാട് പ്രമുഖരായ ഒരുപാട് വളരെ വ്യക്തിത്വമുള്ള ഒരുപാട് കോച്ചുകളുടെ കീഴിലാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മേഖലയിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിക്കുന്ന കാലം മുതലേ ഞാൻ MGD സ്കൂളിൻ്റെ C ടീമിൽ മെമ്പറായിരുന്നു. ആ C ടീമിൽ മെമ്പറായി ഞാൻ പിന്നീട് B ടീമിലെത്തുകയും B ടീമിൽ നിന്ന് A ടീമിലെത്തുകയും അന്ന് കളിച്ചിരുന്ന കാലത്ത് കിട്ടിയ ചാവക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ ടൂർണമെന്റിലാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു ക്ലബ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ വിൻ ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ മറ്റു ട്രോഫികളും മറ്റ് അംഗീകാരങ്ങളും നൽകാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെയാണ്. പിന്നീട് MC രാധാകൃഷ്ണൻ മാസ്റ്റർ എന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവാർഡ് കിട്ടിയ MC രാധാകൃഷ്ണൻ മാസ്റ്ററെ കീഴിൽ കേരള കോളേജിൽ പഠിക്കുകയും അന്ന് LS പ്രഭാകര എന്ന മൈസൂർ സ്വദേശിയായ ഒരു കോച്ചിൻ്റെ കീഴിലായിരുന്നു പിന്നീട് എൻ്റെ ബാസ്കറ്റ്ബോൾ പരിശീലന കാലം. അന്ന് കളിച്ചിരുന്ന ബാസ്കറ്റ്ബോൾ ടീമിൽ പലരും ഇന്ന് കേരളത്തിലെ പ്രമുഖ ക്ലബ്ബുകളിലും പ്രമുഖ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രവർത്തിച്ചു വരുന്നവരാണ്. ഈ ബാസ്കറ്റ്ബോളിലെ ഈറ്റിലം നശിച്ചോ? ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലം ശരിക്കും പറഞ്ഞാൽ ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലത്തിന്റെ ഗ്രാഫ് മുകളിൽ നിന്നും താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്നാണ് എൻ്റെയും ഈ ക്ലബിലെ മുഴുവൻ പേരുടെയും താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞങ്ങൾ പലരെയും ഒരു
വയസ്സ് വരെ റേഞ്ചുള്ള മുന്നത്തെ പ്രഗത്ഭരായ പല കളിക്കാരെയും ഞങ്ങൾക്ക് കാണുകയും അവരുടെ അടുത്ത് ഞങ്ങൾ പോയി ഈ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനായി വരണമെന്ന് അറിയിക്കുകയും മറ്റും ചെയ്തപ്പോൾ വളരെ പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് അവർ ഞങ്ങളെ കണ്ടതും ഞങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ ചെറുപ്പം മുതലുള്ള ഒരു ഏകദേശം 80 വയസ്സ് റേഞ്ച് വരെ വരാവുന്ന കുന്നംകുളത്തെ പ്രമുഖരായ പല വ്യക്തികളും പല ലെജൻസുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്നറിയിച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം ഈ പരിപാടിക്ക് വളരെ മഹിമയുമായിരിക്കും. ഈ ക്ലബ്ബ് യുവത്വത്തിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ക്ലബിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കുന്നംകുളത്തും പരിസരത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം ബോയ്സ് ഹൈസ്കൂള്, കുന്നംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂള്, MJD ഹൈസ്കൂള്, സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഹോളി ക്രോസ് സ്കൂള്, തിരുവള്ളൂർ സ്കൂൾ എന്നീ 6 സ്കൂളുകൾക്ക് സ്ഥിരമായിട്ട് ക്യാമ്പുകൾ കൊടുക്കുന്നതിന് ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലും MJD സ്കൂളിലും പോയി കണ്ടപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർമാരും പ്രിൻസിപ്പളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റർമാരും ഇതിനെ വളരെ നല്ല രീതിയിലാണ് സ്വാഗതം ചെയ്തത്. അപ്പോൾ ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി ഒരു ടീം സെലക്ഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായി 6, 7, 8 സ്കൂളുകൾ ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സ്ഥിരമായി ട്രെയിനിങ് നടത്തി അവരെ ഒരു ബാസ്കറ്റ്ബോളിൻ്റെ ആ സ്കൂളിലേക്ക് വേണ്ട ഒരു സ്റ്റഫ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. തുടർന്ന് ഈ കുട്ടികൾക്ക് വരും കാലങ്ങളിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കായി ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഈ ജവഹർ സ്റ്റേഡിയത്തിൻ്റെ പണി കഴിഞ്ഞ് ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് നടത്തുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനും ജില്ലാ ടീമുകളിലേക്ക് അവസരം നൽകുന്നതിനും അവർക്ക് സെലക്ഷൻ ട്രയൽസുകളിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കുമായി ക്ലബ്ബുകളെ മുഴുവൻ പേരെയും രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിനുള്ള അവസരം നൽകാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. കൂടാതെ ക്ലബിന് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിക്കുന്നതിനും അതിൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് പണിയുന്നതിനും പിന്നീട് അതൊരു സ്റ്റേഡിയമാക്കി മാറ്റുന്നതിനും ക്ലബിന് വളരെ ആലോചനയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വരും തലമുറയ്ക്ക് ക്ലബിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും എത്രത്തോളം നൽകാൻ പറ്റും അതിനുള്ള സാഹചര്യം നമ്മൾ എടുക്കുന്നതാണ്. ഇതിനുവേണ്ടി ഇപ്പോൾ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹിയായ ഇന്ത്യൻ കോച്ച് PC ആന്റണി സാറും ഓൾ ഇന്ത്യ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ്റെ അംഗവുമായ സണ്ണി സാറും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് ഞങ്ങൾ അറിയിക്കുകയും തുടർച്ചയായി അത് നിരന്തരമായി ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലങ്ങളിൽ വരുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വേണമെങ്കിൽ നമുക്ക് കുന്നംകുളത്ത് നടത്തി തരാം, അല്ലെങ്കിൽ അതിനുള്ള അവസരം ശരിയാക്കി തരാമെന്ന് അറിയിക്കുകയും വരും കാലങ്ങളിൽ സ്റ്റേറ്റ് ക്യാമ്പുകളോ ജില്ലാ ക്യാമ്പുകളോ കുന്നംകുളത്ത് നടത്തുന്നതിനും ആ ക്യാമ്പുകൾ കണ്ടും ആ ക്യാമ്പിലെ കുട്ടികളുടെ കളികൾ കണ്ടും അല്ലെങ്കിൽ അതിലെ കോച്ചുമാരുടെ പ്രവൃത്തികൾ കണ്ടും കുട്ടികൾക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കാനും ഈ ക്ലബും ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹിയായ സെക്രട്ടറി PC ആന്റണി സാറും എൻ്റെ മുൻ കോച്ചായിരുന്നു. ഓൾ ഇന്ത്യ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ മെമ്പറായ PJ സണ്ണി സാറും എൻ്റെ ഈ ബാസ്കറ്റ്ബോൾ മേഖലയിൽ എൻ്റെ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാളുമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം സഹായവും ഇപ്പോൾ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ട്രഷററായ ജോഷി എൻ്റെ തൊട്ട ജൂനിയർ ബാച്ചിലുണ്ടായിരുന്ന കളിക്കാരാണ്. അദ്ദേഹവും ഞാനും കേരളം കോളേജിൽ ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ജോഷി എന്നെ വിളിച്ചിരുന്നു. അവരുടെ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്, കൂടാതെ കുന്നംകുളത്ത് നിന്ന് ഇപ്പോൾ കുന്നംകുളത്തെ കുന്നംകുളത്തെ ഇംഗ്ലീഷ് മീഡിയം സെൻറ്റ് ജോൺസ് സ്കൂളിൽ കായികാധ്യാപകനായ അജിസാറാണ് ഇപ്പോൾ ഈ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ്. ഹോളി ക്രോസ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോസ് മാഷാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ. ഇത്തരം ആളുകളെല്ലാം ഈ രംഗത്തുള്ളപ്പോൾ എന്തായാലും കുന്നംകുളത്ത് ഒരു മാറ്റം
ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ചാവക്കാട് CA ഓഫീസിലായിരുന്നു. ഇപ്പോൾ ഞാനത് ട്രാൻസ്ഫർ ആയിട്ടിരിക്കുകയാണ് എരുമക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ എനിക്കൊരു ചെറിയൊരു മഞ്ഞപ്പിത്തം പിടിക്കും. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ലീവിൽ ഇരിക്കുന്ന സമയത്താണ് അമ്മച്ചിക്ക് കഫക്കെട്ടും ഛർദിയും ചുമക്കുന്നുണ്ടായിരുന്നു. ഓർമ്മ പോയി പെട്ടെന്ന് കോമ്പൗണ്ടിൽ തലടിച്ച് വീഴുകയും 9 ദിവസത്തോളം മലങ്കര മിഷൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ ലീവിൽ പോയിരിക്കുകയാണ്. തിങ്കളാഴ്ചയായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. ജോലി സ്ഥാനം ഒഴിയുന്നില്ലല്ലോ. ജോലി സ്ഥാനം ഒഴിയുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഇതുവരെ ആലോചിച്ചില്ല. കാരണം ഒരു ജോലി ഉണ്ടെങ്കിലേ എല്ലാവർക്കും ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ ബാസ്കറ്റ്ബോളിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ തീരുമാനിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ മനസ്സിലും ശരീരത്തിനും ഇപ്പോഴും ബാസ്കറ്റ്ബോൾ എന്നൊരു സംഭവം ഒരു തരംഗമായിട്ടോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഒരു ദൂരമായിട്ടോ അങ്ങനെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണം വരെയും ഈ ഫീൽഡിൽ തുടർന്ന് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഈ മേഖലയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒട്ടനവധി പേർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലബിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ പലരും ഈ ആവേശത്തിൽ തന്നെയാണ്. കുന്നംകുളം നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു. കുന്നോളം പഴയ പ്രതാപത്തിലേക്ക് എന്തായാലും തിരിച്ചു വരും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് മുൻ പ്രഗത്ഭരായ കളിക്കാരും ഞങ്ങളും അസോസിയേഷനും കുന്നംകുളത്തെ ബാസ്കറ്റ്ബോൾ പ്രേമികളും അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കുകയാണെങ്കിൽ ഇത് അസാധ്യമായ സംഭവമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പോലീസുകാർക്ക് പറ്റിയ പണിയാണോ അത്? പോലീസുകാർക്ക് പറ്റിയ പണിയാണോ ഇത് എന്ന് ചോദിച്ചാൽ പോലീസുകാർക്കും പറ്റുമല്ലോ. കാരണം ഇന്ന് അല്ലെങ്കിൽ ഇതിന് മുന്നേ ആയിട്ട് കേരള പോലീസിൽ കളിച്ചുകൊണ്ടിരുന്ന അർജുന അവാർഡ് ജേതാക്കളായ മറ്റേ ഉദയൻ സാറ്, സിൽസി ഉള്ളൂർ സാറ്, അതിനുശേഷം ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന അൻവിൻ ജയാനി സാറ്, അച്ചായി എന്ന് വിളിക്കുന്ന ജോർജ് സാറ്, അങ്ങനെ ജാക്സൺ പീറ്റർ, പിന്നെ സിജിമോൻ, സിറാജ് സാറ്, അങ്ങനെ ഒരുപാട് മറ്റേ ബാസ്കറ്റ്ബോളും വോളിബോളും ഫുട്ബോളും കളിച്ചുകൊണ്ടിരുന്ന ലിസ്റ്റൺ, അങ്ങനെ പോലുള്ള ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരുന്ന ഒരു മേഖല, ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ്. ഇത്തരം കായിക പ്രതിഭകളെ വളർത്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ഫെഡറേഷൻ കപ്പ് പോലുള്ള ടൂർണമെന്റുകളിൽ കേരള പോലീസിന് വിജയിക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൽ ഇത്തരം കളിക്കാർ ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ പോലീസിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഈ മേഖലയെ ഒരുപാട് പ്രചോദനം നൽകുകയും ഒരുപാട് കളിക്കാരുണ്ടാക്കുന്നതിനും ഇപ്പോഴും അവർ പല മേഖലകളിലും വെച്ചാൽ പല മറ്റേ ഇതിൽ വോളിബോളിലായിട്ടും ഫുട്ബോളിലായിട്ടും ഒരുപാട് യുവതലമുറയെ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുകയും മത്സരങ്ങൾ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസും സ്പോർട്സും തമ്മിൽ എപ്പോഴും ഒത്തൊരുമിച്ചും ഒരേ ദിശയിലും പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. അപ്പോൾ പോലീസ് പണിയും മറ്റേ സ്പോർട്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. വേറെ വല്ല പണി നോക്കിയോ? വേറെ പണി നേരത്തെ പറഞ്ഞല്ലോ, വേറെ പണി നോക്കാന്ന് പറഞ്ഞാല് ജീവിച്ചു പോകാൻ ഒരു ജോലി എന്തായാലും വേണം. ഞാനും ഭാര്യയും 2 കുട്ടികളും അമ്മയും അതങ്ങോട്ട് ചെറിയൊരു കുടുംബമാണ്. ജീവിച്ചു പോകണമെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തില് നിലനിൽപ്പിന് വേണ്ടിയിട്ടൊരു ജോലി എന്തായാലും വളരെ ആവശ്യമാണ്. തുടർന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അവസ്ഥയിലേക്കായി വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മാറിയേക്കാം. അവരുടെ പ്രചോദനത്തിനും മറ്റുമായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങളോടും നിങ്ങളുടെ മാനേജ്മെന്റിനോടും അതിനോട് ബന്ധപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്.